എസ് ഘടകങ്ങളും മറ്റു വ്യക്തികളിൽ നിന്ന് ഭിന്നമായിരിക്കും. എന്റെ ബുദ്ധിയിലുള്ള ജി ഘടകവും എസ് ഘടകവും, ജി ഫാക്ടറും എസ് ഫാക്ടറും നിങ്ങളുടെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബുദ്ധിയിലുള്ള ജിയും എസും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ വ്യത്യസ്തരായിരിക്കുന്നത്. അപ്പൊ അത് വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്നു. ഒരു വ്യക്തിയുടെ ജികളും എസുകളും മറ്റു വ്യക്തികളിൽ നിന്ന് ഭിന്നമായിരിക്കും. അത് വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്നു എന്ന് ഏത് സിദ്ധാന്തം പറയുന്നു? ദ്വിഘടക സിദ്ധാന്തം പറയുന്നു. ഇനി എന്താണ് ഈ ജി ഘടകത്തിന്റെ സവിശേഷതകൾ, എസ് ഘടകത്തിന്റെ സവിശേഷതകൾ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ബുദ്ധിക്ക് രണ്ട് ഘടകങ്ങളാണ് ഉള്ളതെന്നാണ് നമ്മുടെ സ്പിയർമാൻ പറയുന്നത്. ഏതൊക്കെയാ? ജി ഘടകവും എസ് ഘടകവും. അപ്പൊ എന്താണ് ജി, എന്താണ് എസ്? ഈ ബുദ്ധിയുടെ ജി ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്നതിൽ ശരിക്കും നമുക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കാര്യങ്ങളും പിന്നെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് അനുഭവത്തിലൂടെയൊക്കെ കിട്ടുന്ന